സവാള ഈ നാടിനൊരു നാഥനില്ലാതായിരിക്കുന്നു. അവർക്കൊരു നാഥനേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. പക്ഷെ എന്തു ചെയ്യാനാണ്, ആ നാഥനും അനാഥനായിരിക്കുന്നു. ചിന്ത ചേച്ചി ആകെ അസ്വസ്ഥയാണ് കേട്ടോ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവമുള്ള കേരളീയ ജനത വേദനയോടുകൂടി കണ്ണീരൊഴുക്കുകയാണ്. ചിന്താ ജെറോമിന്റെ പ്രസംഗം ജനം കേട്ടു നിൽക്കും. അത്രയ്ക്ക് ചിന്തനീയവും മഹത്തരവുമാണല്ലോ അത്. ഈ നാടിനൊരു നാഥനില്ലാതായിരിക്കുന്നു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയാണ്. കുറെ നേരം കൊണ്ട് നിന്ന് തൊണ്ട കീറുന്നുണ്ട്. കാര്യം പറയുന്നത് ചിന്താ പ്രാധാന്യമില്ലാത്ത എന്തെങ്കിലും ചളിയായിരിക്കുമെന്ന് നമുക്കറിയാം. എങ്കിലും ഒന്ന് കേട്ടേക്കാം. 10 പൈസ ചെലവില്ലാതെ മതിമറന്ന് ചിരിക്കാൻ കിട്ടുന്ന അവസരം നമ്മൾ എന്തിനാ പാഴാക്കുന്നത്? നോക്കൂ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും എല്ലാം കഴിഞ്ഞകാല പ്രവർത്തനവും ഈ കാലഘട്ടത്തിലെ പ്രവർത്തനവും പരിശോധിച്ചു നോക്കണം. ശോധനയുടെ കാര്യം ഞങ്ങൾ പരിഗണിക്കാൻ ചേച്ചി, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലോ. പിന്നെ നേരത്തെ ഗവൺമെന്റും മുഖ്യമന്ത്രിയും എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുന്ന കാര്യം അതൊരു അനാവശ്യമല്ലേ ചേച്ചി? അങ്ങനെ പറ. എന്തായാലും കഴിഞ്ഞ 5 വർഷം ചിന്താ ജെറോമിന്റെയൊക്കെ ജീവിതം ആനന്ദ തുന്തിലമായിരുന്നു, മഞ്ചീര ജിഞ്ചിതമായിരുന്നു. പിണറായി നാഥന്റെ ആ അപദാനങ്ങളൊക്കെ പാടി ഭരണം ആസ്വദിച്ചാൽ മാത്രം മതിയായിരുന്നു. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പച്ച കുത്തിയതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അതിന് പ്രത്യേകിച്ച് എടുത്തു പരിശോധിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ പരിശോധിച്ചിട്ട് എന്ത് പ്രയോജനം? പിന്നെ ഈ കാലഘട്ടത്തിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനും ഒരു പ്രത്യേക പരിശോധനയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചേച്ചി പറ, ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. പരിശോധനയൊന്നും ഇപ്പൊ നടക്കത്തില്ല ചേച്ചി. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? അതല്ല. പോലീസ് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ. ആര് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ? കഴിഞ്ഞ പോലീസ് മന്ത്രി ആരായിരുന്നു? പോലീസ് ആയിരുന്നല്ലോ ഹെലികോപ്റ്ററിൽ നാട് മുഴുവൻ പറന്നത്. നൈസായിട്ടങ്ങ് പറഞ്ഞു പോവുക. അതെന്റെ അടുത്ത് വേണ്ട കേട്ടോ, എന്റെ അടുത്ത് വേണ്ട. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പറന്നുയർന്നത്, പറന്നു താഴ്ന്നത്. ആ ദുഷിച്ച കാഴ്ചകളൊന്നും ഓർമ്മിപ്പിക്കാതെ ചേച്ചി. പറന്നു പൊങ്ങിയതും പറന്നു താണതും അവയവങ്ങളുമായിട്ടായിരുന്നു. അത് ശരി, അത് പുതിയ അറിവാണല്ലോ. അത് പൊങ്ങുന്നതും താഴുന്നതും അവയവങ്ങളുമായിട്ടായിരുന്നല്ലേ? ഒരു മനുഷ്യൻ അതിനകത്ത് കയറി ഇരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ മനുഷ്യന്റെ അവയവങ്ങളുമായിട്ടായിരിക്കുമല്ലോ ഹെലികോപ്റ്റർ പറക്കുന്നതും പൊങ്ങുന്നതും താഴുന്നതും ഒക്കെ. ആ മണ്ടത്തരം ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താ? അതല്ല ഉദ്ദേശം. ഹൃദയവും മറ്റവയവങ്ങളുമായി അവയവദാനത്തിന് വേണ്ടി അവശ്യഘട്ടങ്ങളിൽ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു. കേരളം കണ്ടു. ഓ അങ്ങനെ. എന്തൊരു ത്യാഗം, എന്തൊരു ത്യാഗം. വേറെ വല്ല സർക്കാരും ആയിരുന്നെങ്കിൽ ഹെലികോപ്റ്റർ തരൂല്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചേനെ കേട്ടോ. പിണറായി വിജയൻ സർക്കാർ ആയതുകൊണ്ട് മാത്രം അവയവദാനത്തിനായിട്ട് അടിയന്തര ആവശ്യത്തിനായിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തു. ദിവസവും 24 മണിക്കൂറും, എല്ലാ ദിവസവും 24 മണിക്കൂറും അവയവദാനത്തിന് വേണ്ടി പറക്കലായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആ ഹെലികോപ്റ്ററിന്റെ ജോലി. കേട്ടല്ലോ എല്ലാവരും. പാർട്ടി സമ്മേളനങ്ങൾക്ക് വേണ്ടിയും മറ്റു വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും പിണറായി വിജയൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടേയില്ല. ഒള്ളി അവയവദാനം, ഒള്ളി എമർജൻസി. അതും പിണറായി വിജയൻ എന്തോ പ്രത്യേക ഔദാര്യം കൊടുത്തതുപോലെ കേട്ടോ ചിന്ത ചേച്ചി പറഞ്ഞു വെക്കുന്നത്. നാട്ടുകാരുടെ 80 ലക്ഷം രൂപ മാസാമാസം ഹെലികോപ്റ്റർ വാടകയായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിണറായി വിജയന്റെയോ മുൻ സർക്കാരിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണത്തിലല്ല ഹെലികോപ്റ്റർ പറന്നത്. അവയവദാനത്തിന്റെ അത്യാവശ്യത്തിനായിട്ട് ഹെലികോപ്റ്റർ വിട്ടുകൊടുക്കുമായിരുന്നു പോലും. മണ്ണടിഞ്ഞാലും ആറ്റിറ്റ്യൂഡ് വിട്ടൊരു കളിയില്ല അല്ലേ ചേച്ചി? കഷ്ടം. ചിന്തയെ സംബന്ധിച്ചിടത്തോളം, കമ്മികളെ സംബന്ധിച്ചിടത്തോളം തീർത്തും അനാഥമായ കാലമാകുന്നു ഇത്. ചുരുക്കി പറഞ്ഞാൽ സകല ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കും കമ്മി നേതാക്കൾക്കും ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ്. മാധ്യമങ്ങൾ ലൈവായി റിപ്പോർട്ട് ചെയ്തു. ഹെലികോപ്റ്റർ അവയവങ്ങളുമായി പറന്നുയരുന്നു, പുതുജീവൻ നൽകുന്നു മനുഷ്യർക്ക്. മതി മതി, ആ കഥാപ്രസംഗം മതിയാക്ക്. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനുള്ള സംഗതി അല്ല അത്. ഒരുപാട് വേദനയും വൈകാരികതയും ഒക്കെ പിന്നിലുള്ള ഒരു വലിയ സംഗതിയാ. അവയവങ്ങളും കൊണ്ട് ഹെലികോപ്റ്റർ പറന്നു നടന്നു കേരളത്തിലാകെ. ഇപ്പൊ ആ ഹെലികോപ്റ്ററിൽ ആപ്പിളും മുന്തിരിയും ഓറഞ്ചും ബ്രെഡും ബിസ്ക്കറ്റുമായി സ്വന്തം അമ്മായിയച്ഛന് കൊണ്ടുപോകുന്ന സ്ഥിതിയാണ്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, ബ്രെഡ്, ബിസ്ക്കറ്റ്
ചിന്ത ചേച്ചിയാ കേട്ടോ എല്ലാം കൃത്യമായിട്ട് പൊതിഞ്ഞ് ഭദ്രമാക്കി വി ഡി സതീശന്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. അതുകൊണ്ട് ആ പൊതിയിൽ എന്തൊക്കെയായിരുന്നു ഉള്ളതെന്ന് വി ഡി സതീശനും അമ്മായിയച്ഛനും കഴിഞ്ഞാൽ പിന്നെ അറിയാവുന്നത് ചിന്ത ചേച്ചിക്കാ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഈ ഹെലികോപ്റ്റർ മാത്രമേ കിട്ടിയുള്ളൂ ചേച്ചി. വി ഡി സതീശനെ വിമർശിക്കാൻ വേറെ ഒന്നും ഇതുവരെ കിട്ടിയില്ലേ? വല്ലാത്ത വിഷയദാരിദ്ര്യം അല്ലേ? എന്തായാലും ചിന്തയൊക്കെ ശരിക്കും ഇനി അധ്വാനിക്കേണ്ടി വരും. എത്രയെത്ര മുദ്രാവാക്യങ്ങൾ വിളിച്ചാൽ പറ്റും, എത്രയെത്ര വേദികളിൽ തീപാറുന്ന പ്രസംഗങ്ങൾ നടത്തിയാൽ പറ്റും. ഇതാണ് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റും വി ഡി സതീശൻ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. അയ്യോ, സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റും വി ഡി സതീശൻ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമല്ല, അതൊരു അജഗജാന്തരമാണ്. ഗവൺമെന്റുകളുടെ കാര്യം രണ്ടാമത് പറയാം. സഖാവ് പിണറായി വിജയനെ പോലെയാണ് വി ഡി സതീശൻ എന്ന് ആര് പറയും ചേച്ചി? ആരും പറയത്തില്ല. സതീശൻ വെറും മനുഷ്യനല്ലേ, പിണറായി വിജയൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അതാണ് സാധനം. മനുഷ്യനായതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഉള്ളത് മാനുഷിക ഗുണങ്ങളാണ്. അവരെ രണ്ടുപേരെയും കൂടെ താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല ചേച്ചി. പിണറായി വിജയന് പകരം പിണറായി വിജയൻ മാത്രം, അത് ഞങ്ങൾ എപ്പോഴേ സമ്മതിച്ചു തന്ന കാര്യം. അതുപോലെ ഒന്നിനി ഇല്ല. കഴുകൻ, കുതിര, സൂര്യൻ, കാരണാഭൂതൻ, ഇരട്ടച്ചങ്കൻ, അങ്ങനെ അങ്ങനെ എത്രയെത്ര പര്യായങ്ങളാ പിണറായി വിജയൻ ഉള്ളത്. മനുഷ്യന്റെ ഗുണങ്ങളോടുകൂടി മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന സതീശന് എങ്ങനെ അങ്ങേരുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും? സതീശനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഭരണപക്ഷം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചൊറികുത്തിയിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുക. പിന്നെ ഗവൺമെന്റുകളുടെ കാര്യം ഒട്ടും പറയണ്ട. ശിവൻകുട്ടി അണ്ണനെയും ബിന്ദു ചേച്ചിയെയും രാജേഷ് അണ്ണനെയും രാജു അണ്ണനെയും ഗണേശ് അണ്ണനെയും ഒക്കെ പോലെയുള്ള പ്രതിഭാശാലികളൊക്കെ അല്ലായിരുന്നോ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്? അവരോടൊന്നും പൊരുതാനുള്ള ശേഷി നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിമാർക്കില്ല. അതിലിപ്പോ ആർക്കാ സംശയം? ഈ ചിന്തയും ശിവപ്രസാദും റഹീമും ഒക്കെ കൂടി വേണമല്ലോ ഈ പാർട്ടി 5 ആണ്ട് കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാനെന്ന് ആലോചിക്കുമ്പോഴാണ് ഈ വളിപ്പ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥയോർത്ത് തലയിൽ കൈവച്ചു പോകുന്നത്. ഒരു ചെറുപ്പക്കാരനെ കാണാതായിരിക്കുന്നു, ഒരു തൊഴിലാളിയെ കാണാതായിരിക്കുന്നു. അപ്പൊ തൊഴിലാളി എന്ന വാക്കൊന്നും ചേച്ചി മറന്നിട്ടില്ല അല്ലേ? തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് വേണ്ടി ചോരയും വിയർപ്പും കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കൊണ്ടിരിക്കുന്ന ചിന്ത ചേച്ചി, കുറെ പെണ്ണുങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ വാതിൽക്കൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തലയും മുട്ടയടിച്ച് വെയിലിലും മഴയിലും കണ്ണുനീരുമായിട്ട് കുറെ നാള് കഴിഞ്ഞത് കണ്ടായിരുന്നോ? അവരും തൊഴിലാളികളായിരുന്നു എന്നാ ഞാൻ പറഞ്ഞു വന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എനിക്കത് ഓർമ്മയില്ല. ചില സമയങ്ങളിൽ ചില പ്രത്യേക ആളുകൾ മാത്രമേ തൊഴിലാളികളായി നിങ്ങളുടെ കണ്ണിൽ കാണപ്പെടുകയുള്ളൂ അല്ലേ ചേച്ചി? അതൊരു അസുഖമാണ്, പ്രത്യേകതരം അസുഖം. ആ അസുഖത്തിനുള്ള ട്രീറ്റ്മെന്റ് ജനങ്ങൾ തന്നതാണ് വീട്ടിലിരുത്തൽ. നല്ല ഫലപ്രദമായ ട്രീറ്റ്മെന്റ് ആയിരുന്നല്ലോ ജനങ്ങൾ തന്നത്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നതിന്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട മലമങ്കി. ഉള്ളിലൽപ്പം നേരുന്നറിയുമുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ ചിന്തയൊക്കെ പുച്ഛിക്കുകയാണ്. ഈ പാവം ഇതുവരെ അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. താൻ ഇപ്പോഴും മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ നടത്തിപ്പുകാരിയാണെന്ന ഭാവമാണ് ചിന്താ ജെറോമിന്. ആ മത്സ്യത്തൊഴിലാളിയുടെ അമ്മയാണ് ഇന്നലെ അവിടെ വന്നിരുന്നു പൊട്ടിക്കരഞ്ഞത്. ആ അമ്മയുടെ കണ്ണുനീരിന് വിലയുണ്ട്. അമ്മമാരുടെ കണ്ണുനീരിന് വില നേടിക്കൊടുക്കാൻ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും ഏറ്റവും യോഗ്യതയുള്ള സംഘടന ഡിഫി തന്നെയാണ് ചേച്ചി. അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിലൂടെ സകല അമ്മമാരുടെയും മാന്യതയെ നിങ്ങൾ അംഗീകരിച്ചതല്ലേ? അപ്പൊ പിന്നെ അമ്മമാർക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ നിങ്ങളല്ലാതെ മറ്റാര്? ഞങ്ങളുടെ സമരത്തെ തടയാൻ വി ഡി സതീശന്റെ, രമേശ് ചെന്നിത്തലയുടെ പോലീസ് നിന്നത് അങ്ങ് ദൂരെയാണ്. നിങ്ങളെ പേടിച്ചിട്ട് അല്ലാതെന്ത്? സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പോലീസ് ദൂരെ മാറി നിന്നാണ് പ്രതിഷേധം നിരീക്ഷിച്ചത് എന്നതാണോ ചേച്ചിയുടെ ഇപ്പോഴത്തെ പരാതി? പിണറായി വിജയന്റെയും പോലീസ് അടുത്ത് ചെന്ന് നിന്ന് പ്രതിഷേധക്കാരോട് രക്ഷാപ്രവർത്തനം നടത്തിയതുപോലെ നിങ്ങളോടും അത് ചെയ്യാത്തതിലുള്ള പരിഭവമാണോ ചേച്ചി പറഞ്ഞു വരുന്നത്? തീവ്രവാദികൾ വരുന്ന നിലയിലാണ്. കയ്യിൽ നിരായുധരായി വന്ന ഞങ്ങൾ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ തടയാൻ വി ഡി സതീശന്റെയും ചെന്നിത്തലയുടെയും പോലീസ് നിന്നത്. കയ്യിൽ നിരായുധരായി വന്ന നിങ്ങളെ കൈകാര്യം ചെയ്യാൻ അല്ലേ? പാവങ്ങള്. കയ്യിൽ നിരായുധരായി വരാതെ അവിടെ ഇവിടെയൊക്കെ ബ്ലേഡും തിരികെ വരാൻ വയ്യായിരുന്നോ ചേച്ചി? ആ ടെക്നിക്ക് അറിയത്തില്ലെങ്കിൽ SFI പിള്ളേരോട് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തിനാ പ്രത്യേകിച്ച് ആയുധങ്ങള്? ഷഡ്ഷോയെ പോലെയുള്ള വീരന്മാര് കൂടെ ഉണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ പ്രദർശിപ്പിച്ചെങ്കിലും പോലീസുകാരെ ഓടിച്ചോളുമല്ലോ. പിന്നെ നിങ്ങളെ കണ്ടത് തീവ്രവാദികളെ കാണും പോലെയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു സ്വയം തിരിച്ചറിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ട് അല്ലേ?
അത് മതി. വേണ്ട, ഒരുതരം ലോ ക്ലാസ്സുകളോട് സംസാരിക്കും പോലെ എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ബാരിക്കേഡ് അവിടെ നിൽക്കുമ്പോഴും ഞങ്ങൾ തീരുമാനിച്ചത് ഈ കളക്ടറേറ്റിന്റെ നടയിൽ വന്ന് സമരം ചെയ്യുമെന്നാണ്. അത് ചെയ്യാൻ ശേഷിയുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്ന് തെളിയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശേഷിയെ കുറിച്ചൊക്കെ തന്നെ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ശേഷിയിൽ ആർക്കാ സംശയം ഇല്ലാത്തത്? ഗംഭീര ശേഷിയല്ലേ. ഒരു പൊതിച്ചോറ് ഇങ്ങേറ്റം റെഡിയാക്കണമെങ്കിൽ നിങ്ങളുടെ ശേഷിയുടെ ഒരു 10 ഇരട്ടിയെങ്കിലും വേണം. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, എന്താ ഡിഫി എന്ന് കേരളത്തിന് വെളിയിൽ ചെന്ന് ചോദിച്ചാൽ ആളുകൾ ഗൂഗിൾ ചെയ്യേണ്ട അവസ്ഥയാണ്. നാഥൻ 3-ാം തവണയും വരുമെന്നൊക്കെയാണ് ഈ പാവം ചിന്തയും കൊതിച്ചു പോയത്. എന്തായാലും അന്തങ്ങൾക്കും കമ്മികൾക്കും ചിന്തയ്ക്കും നാഥനില്ലാത്തതിന്റെ ഒഴിവ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മറ്റു ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തിലും സന്തുഷ്ടിയിലുമാണ്. പിന്നല്ലാതെ ചിന്തയുടെ തീവാറുന്ന പ്രസംഗങ്ങൾക്കായി കേരളം ഇതാ കുളിർന്നു വിറച്ച് കാത്തിരിക്കുകയാണ്. ഇനിയും അതിശക്തമായ പോരാട്ടത്തിന് ഞങ്ങൾ നേതൃത്വം നൽകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, പോരാടുമ്പോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോരാടണേ ചേച്ചി. ദേഹത്ത് മണ്ണ് പറ്റാതെയും വിയർക്കാതെയും ഒക്കെ നോക്കണേ. തല്ലുകൊള്ളാൻ പാവപ്പെട്ടവന്റെ മക്കളെയൊക്കെ പ്രത്യേകം ഏർപ്പാടാക്കിയിട്ട് വേണം പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ. നല്ല പള തിളങ്ങുന്ന ഡ്രസ്സുകളും മറ്റുമാണ് ഇട്ടേക്കുന്നത്. അതിൽ അഴുക്ക് പറ്റിയാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവത്തില്ല. മുഴുവൻ പേരെയും, മുഴുവൻ സമര സഖാക്കളെയും ഏറെ ആവേശത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. പ്രവൃത്തിയിലും മുദ്രാവാക്യങ്ങളിലും മാത്രം ആവേശം കാണിച്ച് ഇങ്ങനെ ജീവിച്ചു പോകാനും ഒരു കഴിവ് വേണം. എന്നും ഓരോ പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ, അതിന് ചേരുന്ന ആഭരണങ്ങൾ, ആഡംബരം, ഇതൊക്കെ ഉണ്ട്. പറയുന്നത് പാവപ്പെട്ടവന് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി. ഇവരുടെയൊക്കെ വരുമാന മാർഗം എന്താണോ എന്ത്.